പ്രിയമുള്ളവരെ, രാഷ്ട്രീയം എപ്പോഴും അവസരത്തിന്റെ കലയാണ് എന്ന് പറയാറുണ്ട്. അതായത് എവിടെയാണോ അവസരം അങ്ങോട്ട് ചാടുന്ന ആളുകളാണ് രാഷ്ട്രീയക്കാർ. അവസരത്തിന് ഒപ്പം നീങ്ങുന്നതാണ് രാഷ്ട്രീയം, അല്ലെങ്കിൽ അതാണ് രാഷ്ട്രീയത്തിന്റെ കല എന്ന് പറയാറുണ്ട്. ബി ജെ പിയെ സംബന്ധിച്ച് പറയാറുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ബെടക്കാക്കി തനിക്കാക്കുക എന്ന തത്വം പയറ്റുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ബി ജെ പി എന്നാണ്. നമുക്കറിയാം, ഉത്തരേന്ത്യയിലെ പല നേതാക്കന്മാരും വലിയ ആരോപണ വിധേയരായിരുന്നു. അഴിമതി കേസുകളിലൊക്കെ ബി ജെ പി ആരോപണം ഉന്നയിച്ച പല നേതാക്കന്മാരും, അവർ അന്വേഷണ ഏജൻസികളെയൊക്കെ കാട്ടി വിരട്ടിയ പല നേതാക്കന്മാരും ബി ജെ പിയിൽ എത്തിയതിനു ശേഷം വിശുദ്ധരാക്കപ്പെട്ടു, അവർ നിഷ്കളങ്കരാക്കപ്പെട്ടു, നിരപരാധികളാക്കപ്പെട്ടു. അതായത് അന്വേഷണ ഏജൻസികളെയൊക്കെ കാട്ടി ബെടക്കാക്കി തങ്ങളിലേക്ക് മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ നേതാക്കന്മാരെ എത്തിക്കുന്ന ഒരു സമ്പ്രദായം ബി ജെ പിക്കുണ്ട്. ഞാനീ പറഞ്ഞു വരുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ലൈംഗിക ആരോപണ കേസിൽ അതിജീവിതയുടെ ഭർത്താവ് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളുമായി സംവദിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. മാത്രമല്ല, അദ്ദേഹം മുഖ്യമന്ത്രിക്കും ഒപ്പം ഡി ജി പിക്കുമൊക്കെ പരാതി നൽകിയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ അപമാനിക്കുന്ന രീതിയിൽ തൻ്റെ ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒക്കെ കുത്തിപ്പൊക്കി നാട്ടിൽ ഇറങ്ങി നടക്കുവാൻ പറ്റാത്ത അവസ്ഥയിലാക്കി. ഈ കാര്യങ്ങളൊക്കെ പൊതുജന മധ്യത്തിലേക്ക് വലിച്ചിഴച്ചു, തൻ്റെ പേര് വലിച്ചിഴച്ചു. മാത്രമല്ല, തൻ്റെ നാണം കെടുത്തി എന്ന രീതിയിലുള്ള ചില ആരോപണങ്ങളുമൊക്കെ അദ്ദേഹം ഉന്നയിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. കുടുംബ പ്രശ്നം എത്തുതീർക്കുവാൻ എന്ന പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തി പിന്നീട് തൻ്റെ ഭാര്യയുമായി ബന്ധം സ്ഥാപിച്ചത് അങ്ങനെയാണ് എന്നൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു എന്നൊക്കെ രീതിയിലുള്ള ചില വിശദീകരണങ്ങളും വിശകലനങ്ങളും ഒക്കെ ഈ അതിജീവിതയുടെ ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിനുശേഷം ബി ജെ പി ഈ അതിജീവിതയുടെ ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ നടപടിയെടുത്തു എന്ന വാർത്ത പുറത്തു വരികയാണ്. കാരണം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രം നടത്തുവാൻ നിർബന്ധിച്ചു എന്ന് പറയുന്ന യുവതിയും ബി ജെ പി സഹയാത്രികരായിരുന്നു. അവർ ബി ജെ പിയുടെ യുവജന വിഭാഗത്തിലൊക്കെയും ഭാരവാഹിത്വം വഹിച്ചിരുന്ന ആളുകളാണ് എന്ന റിപ്പോർട്ടുകളൊക്കെ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. യൂട്യൂബ് ചാനലുകളൊക്കെ അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ പുറത്തുവിടുന്നുണ്ട്. മാത്രമല്ല, ഇവർ ബി ജെ പിയുടെ സഹയാത്രികരായ ഒരു ചാനലിലെ ജീവനക്കാരുമായിരുന്നു. ബി ജെ പിയുമായി ബന്ധമുള്ള ബി ജെ പിയുടെ വാർത്തകൾ കൊടുക്കുന്ന ഒരു ചാനലിലെ ജീവനക്കാരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിച്ചതിൻ്റെ പേരിൽ ആ യുവാവിനെ ബി ജെ പിയുടെ യുവജന വിഭാഗത്തിൽ നിന്നും ഭാരവാഹിത്വത്തിൽ നിന്നുമൊക്കെ പുറത്താക്കി എന്ന വാർത്ത വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രീതിപ്പെടുത്തുവാൻ ബി ജെ പി ചെയ്തതാണോ എന്ന രീതിയിലുള്ള ചില നിരൂപണങ്ങളും അവ്യൂഹങ്ങളും ഒക്കെ പുലർത്തപ്പെടുന്നുമുണ്ട്. പ്രത്യേകിച്ചും ഈ യുവതിയുടെ ഭർത്താവ് തന്നെ പറയുന്നത്, തനിക്കെതിരെയുള്ള നടപടികളിൽ ബി ജെ പിക്കാരനായ തനിക്കെതിരെയുള്ള ബി ജെ പി എടുത്ത ഈ നടപടിയിൽ ദുരൂഹതയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ചതിൻ്റെ പേരിൽ എടുത്ത നടപടികളിൽ ദുരൂഹതയുണ്ട് എന്ന് അദ്ദേഹം തന്നെ ആരോപിക്കുന്നുമുണ്ട്. ചില മാധ്യമങ്ങളിലൊക്കെ വരുന്ന വിശകലനം അനുസരിച്ച് ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനെ ബി ജെ പിയിൽ എത്തിക്കുവാനുള്ള ശ്രമങ്ങളുടെ ആദ്യപടിയായിട്ടായിരിക്കാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച ഈ യുവതിയുടെ ഭർത്താവിനെ ബി ജെ പിയുടെ യുവജന സംഘടനയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയത് എന്നാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി കേരളത്തിൽ ഒരു സഹതാപ തരംഗമുണ്ട്. പാലക്കാട് മണ്ഡലത്തിൽ പ്രത്യേകിച്ചും ഒരു സഹതാപ തരംഗമുണ്ട്. പാലക്കാട് ബി ജെ പിയെ സംബന്ധിച്ചത് പ്രസ്റ്റീജ് മണ്ഡലമാണ്. എന്തു വില കൊടുത്തും ആ മണ്ഡലം തിരിച്ചുപിടിക്കുവാനല്ല, കാരണം ബി ജെ പി കിട്ടിയിട്ടില്ല, ആ മണ്ഡലം പിടിച്ചെടുക്കുവാൻ ബി ജെ പി ആഗ്രഹിക്കുന്നുണ്ട്. ആ അവസരത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് നിഷേധിച്ചുകൊണ്ടുള്ള കോൺഗ്രസിലെ ചില നേതാക്കന്മാരുടെ പ്രസ്താവന ഉണ്ടാകുന്നത്. കോൺഗ്രസിലെ പ്രമുഖരായ നേതാക്കന്മാർ വി ഡി സതീശനും കെ മുരളീധരനും രമേശ് ചെന്നിത്തലയ്ക്കും ഒക്കെ ഏകകണ്ഠമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് അവിടെ സീറ്റ് കൊടുക്കില്ല എന്ന് പറയുന്നു. മാത്രമല്ല, പി ജെ കുര്യനെ പോലെ നേരത്തെ ഈ സൂര്യനെല്ലി കേസിലൊക്കെ ആരോപണ വിധേയരായ ഒരുപാട് നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ കേസിൽ ആരോപണ വിധേയനായതിൻ്റെ പേരിൽ സീറ്റ് കൊടുക്കണ്ട എന്ന് പറയുന്നു. നമ്മൾ ഈ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെയൊക്കെ ഒരു കാര്യം എടുത്തു നോക്കിയാൽ, അവർ ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഇറക്കുമ്പോഴൊക്കെ അവരൊക്കെ വല്ലാത്ത ഹരിചന്ദ്രന്മാരും നിഷ്കളങ്കന്മാരുമായി തോന്നും. പക്ഷേ ഈ കഴിഞ്ഞ കാലത്തിൽ ഈ 2000-ങ്ങളിലും അതുപോലെ 2010 വരെയുള്ള കാലഘട്ടങ്ങളിലൊക്കെ ഒരുപാട് ആരോപണങ്ങൾക്ക് വിധേയരായിരുന്ന നേതാക്കന്മാരാണ്. ഇവരിൽ പലരുമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരം ആരോപണങ്ങളിലൊക്കെ വേട്ടയാടാൻ വിട്ടുകൊടുത്തുകൊണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് ഹരിചന്ദ്രന്മാരായി വിലസുന്നത്. പ്രത്യേകിച്ചും അന്ന് ഈ വാട്സപ്പും അതുപോലെ സോഷ്യൽ മീഡിയകളും ഒന്നും ഇല്ലാതിരുന്നത് കൊണ്ട് അവർക്കെതിരെയുള്ള കാര്യങ്ങളൊന്നും ഡിജിറ്റൽ തെളിവുകളായി അവശേഷിക്കുന്നില്ല എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കോൺഗ്രസ് കൊടുക്കില്ല എന്നുറപ്പിച്ചതിനെ തുടർന്ന് ബി ജെ പി അയാളെ റാഞ്ചുവാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് ഈ ചെറുപ്പക്കാരനെതിരെ ബി ജെ പി നടപടിയെടുത്തതിൽ നിന്ന് വ്യക്തമാകുന്നത് എന്ന് ചില നിരൂപണങ്ങൾ വരികയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കോൺഗ്രസുമായിട്ട് വൈകാരികമായ ഒരു ബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവ് വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയിട്ടുള്ള
ത്തിൽ തന്നെ പിതാവിനെ നഷ്ടപ്പെട്ട ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റേത്. പക്ഷേ അദ്ദേഹത്തിന് പ്രസ്ഥാനത്തോട് വൈകാരികമായ ഒരു അടുപ്പമുണ്ട്. പിതാവിനോടും മാതാവിനും എന്നതിനോടൊപ്പം തന്നെ പ്രസ്ഥാനത്തോടും അദ്ദേഹത്തിന് വൈകാരികമായ ഒരു അടുപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ ബി.ജെ.പി. നടത്തുന്ന വിലപേശൽ രാഷ്ട്രീയത്തിന് അദ്ദേഹത്തെ വിലക്കെടുക്കുവാൻ കഴിയുമെന്ന് കേരള രാഷ്ട്രീയത്തിൽ ആരും വിശ്വസിക്കുന്നില്ല. പക്ഷേ കോൺഗ്രസ് പ്രസ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തെ പോലെയുള്ള വാഗ്ദാനങ്ങളെ ചേർത്തു നിർത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പ്രത്യേകിച്ചും കോൺഗ്രസ് ഇങ്ങനെ ഒരുപാട് യുവ നേതാക്കന്മാരെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. എതിരാളികളുടെ ആരോപണങ്ങൾക്ക് മുന്നിൽ അവരെ വേട്ടയാടാൻ വിട്ടുകൊടുത്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അങ്ങനെ വിട്ടുകൊടുക്കാതെ ചേർത്ത് നിർത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഒരുപക്ഷെ പ്രായോഗികമായി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ മത്സരിപ്പിക്കുവാൻ സാധ്യത കാണുന്നില്ല. ഒരുപക്ഷെ എതിരാളികൾ അത് ഉപയോഗിക്കാമെന്നത് കൊണ്ടായിരിക്കാം. പക്ഷേ അദ്ദേഹത്തെ ചേർത്ത് നിർത്തേണ്ടതുണ്ട്. ഇനി പ്രസ്ഥാനം തങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന്, രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് തന്നെ വരുംകാല തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹത്തെ പരിഗണിക്കുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ ചേർത്ത് നിർത്തുന്നതായിരിക്കും ഒരുപക്ഷെ കോൺഗ്രസിന് ഏറ്റവും വലിയ നേട്ടം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാനത്തിൽ മുഴുവൻ തന്നെയും വലിയ ഒരു അനുയായ വൃദ്ധമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പ്രസ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് പാലക്കാട് ഒരുപക്ഷെ അദ്ദേഹത്തിന് ഈ പ്രാവശ്യം മത്സരിക്കുവാൻ സീറ്റ് കൊടുത്തില്ല എങ്കിൽ തന്നെ മറ്റൊരു പ്രാവശ്യത്തേക്ക്, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനമെന്ന നിലയിൽ കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനത്തേക്ക്, അല്ലെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിപ്പിക്കുവാൻ പറ്റുന്ന ഒരാൾ എന്ന രീതിയിൽ, പാർട്ടിയുടെ മുഖമാകുവാൻ പറ്റുന്ന ഒരാൾ എന്ന രീതിയിൽ അദ്ദേഹത്തെ ഉറപ്പ് നൽകിക്കൊണ്ട് പ്രസ്ഥാനത്തോടൊപ്പം ചേർത്ത് നിൽക്കുന്നത് കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് വലിയ നേട്ടമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.